ചോര ഒലിപ്പിച്ചുകൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്ന വടയക്ഷി. സുജിത്തേട്ടാ, ഫോൺ എടുക്ക സുജിത്തേട്ടാ. സുജിത്തേട്ടാ, സുജിത്തേട്ടാ. ഹലോ സുജിത്തേട്ടാ, നിന്നോട് ആരാ എന്റെ ഈ മൊബൈലിലേക്ക് റിംഗ് ടോൺ മാറ്റാൻ പറഞ്ഞേ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? എപ്പോഴും നിങ്ങൾക്ക് ഇനി എന്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ഓർക്കാലോ. അയ്യോ, എന്റെ ശബ്ദം ഇങ്ങനെ എപ്പം കേട്ടുന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി ഫോൺ വെക്ക്, ഞാനിതൊന്ന് എഴുതട്ടെ. എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കുന്നത്? അല്ല, വെറുതെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, വേറെ എങ്ങോട്ടും പോയില്ലല്ലോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് ഇവിടെ വെച്ചേക്കാം. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ എനിക്ക് നോക്കിക്കൊണ്ട് പോകാലോ. അത് വേണ്ട, ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ സുജിത്തേട്ടനെ വിളിച്ചുകൊണ്ടിരുന്ന ആളാ. ഓക്കെ, അപ്പം ബൈ, ലവ് യു ഉമ്മ. എഴുതാനും സമയത്തില്ല. തന്നെ നോക്കി ചിരിക്കുന്ന വടയക്ഷി, അവളുടെ രൗദ്രമായ മുഖത്ത് പൊട്ടിച്ചിരി. എണീക്ക് മോനെ, എണീക്ക്, എണീക്ക് മോനെ, എണീക്ക്, എണീക്ക് മോനെ, എണീക്ക് മോനെ, എണീക്ക്, എണീക്ക്, എണീക്ക് മോനെ, എണീക്ക്. എണീക്ക്. നിന്നോ? ഹലോ, എന്താ സുജിത്തേട്ടാ? വീണേ, നമ്മളെ വീട്ടിലെ ഒരു പ്രേതം. അയ്യോ, ആണോ പെണ്ണോ? ആണോ പെണ്ണോ ഒന്നും നോക്കലല്ല എന്റെ പണി. ഒരു പെണ്ണിന്റെ പൊട്ടിച്ചിരി. പിന്നെ എണീക്കാനൊക്കെ പറയുന്നു. ആണോ? എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ റൂമിൽ നിന്നാണ്. എണീക്ക് മോനെ, എണീക്ക്, കേട്ടോ, എണീക്ക് മോനെ, എണീക്ക്, എണീക്ക് മോനെ. അതെ, എണീക്ക് മോനെ, എടുക്കണോ? എണീക്ക്, അതൊന്ന് ക്ലോസ് ചെയ്തേക്ക്. എണീക്ക്. അടച്ച്. ഇപ്പൊ കേക്കുന്നുണ്ടോ? നിന്ന്. അതെ, ഇവന് 8 മണി വരെ കിടന്നുറങ്ങുന്നതിനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച അലാറാം. എങ്ങനെയുണ്ട്? എന്റെ ഒരു അലാറം എന്താ പറയട്ടെ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അപ്പൊ നിങ്ങക്ക് പേടിയുണ്ടല്ലേ? എനിക്കെന്ത് പേടിയാ? പ്രേതം യക്ഷിയൊക്കെ പിടിക്കാനുള്ള ഒറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ ആക്രമിക്കുന്ന മാതിരില്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആക്രമിച്ചോണ്ടിരിക്കാല്ലോ. മറ്റേ ഒറ്റയടിക്കാതെ തീർന്നു പോകുമല്ലോ. ഇതൊക്കെ വീണയുടെ ചെറിയൊരു നമ്പർ.